ഖത്തറിന്റെ രാജാവായ ഷെയ്ഖ് തമീം ഹമദ് ബിൻ അൽത്താനി ഇപ്പോൾ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം എക്സിൽ കുറിച്ചു, എന്റെ ബ്രദറിനെ ഞാൻ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചെന്ന്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ രാഷ്ട്രത്തലവൻ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുന്നത് പ്രോട്ടോകോളിനെതിരാണ്. അപ്പൊ പ്രോട്ടോകോൾ മാറ്റിവെച്ച് മോദി ഖത്തറിന്റെ രാജാവിനെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചത് വലിയ വാർത്തയായി. ഖത്തർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗൾഫ് മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. പക്ഷെ ഒരു കുഞ്ഞൻ രാജ്യം മാത്രമാണ്. അവര് സാമ്പത്തികമായിട്ട് ലോകത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഖത്തറിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം എന്ന് പറയുന്നത്, ഖത്തർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതിവാതകം സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. അതുപോലെ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എടുത്താലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ഖത്തർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരാണ് ഖത്തറിൽ ഏറ്റവും കൂടുതലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഖത്തറിൽ ഏതാണ്ട് 8 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇന്ത്യക്കാരാണ്. ഒപ്പം 2022 ഒരു സംഭവം ഉണ്ടായി. ഇന്ത്യക്കാരായ നേവിയിലെ 8 ഉദ്യോഗസ്ഥരെ ഖത്തറിൽ ചാരപ്രവർത്തനത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഖത്തറിന്റെ എമിർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 8 പേരുടെയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. അതിൽ 7 പേര് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അതിലൊരാൾ മലയാളിയാണ്. ഇനി ഒരാൾ ഖത്തറിലെ ജയിലിലുണ്ട്. അദ്ദേഹത്തിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ഡിഫൻസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഖത്തറിന്റെ ആർമി നേവി ഓഫീസേഴ്സിനെയൊക്കെ പരിശീലിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഖത്തർ ഇപ്പോ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. ഈ 2 രാജ്യങ്ങളും, ഇസ്രായേലും പാലസ്തീനും, ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഖത്തറുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണ്. ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താലിബാനാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്, നമുക്കറിയാം. താലിബാൻ ഒരു ഭീകര സംഘടനയായിട്ട് പൊതുവെ എല്ലാവരും കരുതുന്നതുകൊണ്ട് തന്നെ താലിബാനുമായിട്ട് ലോകത്തിലെ രാജ്യങ്ങളൊന്നും വലിയ ബന്ധം വെക്കാറില്ല. പക്ഷെ ഇന്ത്യ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താലിബാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഇടയ്ക്ക് നമ്മൾ ഖത്തറിൽ വെച്ച് താലിബാൻ പ്രതിനിധികളുമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. താലിബാൻ എത്രയും പെട്ടെന്ന് ന്യൂഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസി ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ന്യൂഡൽഹിയിലെ അഫ്ഗാനിസ്ഥാന്റെ എംബസി. അപ്പൊ ഈ താലിബാനുമായിട്ട് ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം മോശമായിട്ടുണ്ട്. അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ അകത്ത് ഇന്ത്യക്ക് ഇൻഫ്ലുവൻസ് കൂട്ടിയെടുത്ത് പാകിസ്ഥാൻ എവിടെ നിന്ന് ഔട്ടാക്കാനുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിലും ഖത്തറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് ഖത്തർ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഖത്തറിന്റെ എമിർ ഇന്ത്യയിൽ വന്നപ്പോ പ്രധാനമന്ത്രി പ്രോട്ടോകോൾ മാറ്റിവെച്ച് എയർപോർട്ടിൽ പോയി സ്വീകരിക്കാൻ കാര്യം.